ചാനൽ കഴിഞ്ഞ ഒരു വർഷം വളരെ ശക്തമായി തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. അതിൻ്റെ 1ാം വാർഷിക ആഘോഷമാണ് നമ്മളിപ്പോൾ നടത്തുന്നത്. കൃത്യമായിട്ട് നമ്മുടെ ഒരു നിഷ്പക്ഷമായ ഒരു മാധ്യമ പ്രവർത്തന രംഗത്ത് വളരെ ശക്തമായി തന്നെ ഒരു നിലപാടോടുകൂടി മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്ന് തന്നെയാണ്, നമ്മുടെ ആ ഒരു കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങളെല്ലാം കൂടെ ചേർന്ന് രൂപീകരിച്ച ഈ ഒരു ഉദ്യമം വളരെ ഭംഗിയായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നത് ഞങ്ങൾക്ക് സന്തോഷമാണ്. ഞങ്ങളുടെ നിലപാടിൻ്റെ ഒരു ഉറച്ച നിലപാടിൻ്റെ വിജയം തന്നെയാണ് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. തുടക്കവുമായി ബന്ധപ്പെടുവാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. നമ്മുടെ മലയാളത്തിൻ്റെ സംഭവ വികാസങ്ങളെയും സാധാരണ കാര്യങ്ങളെയും ഒക്കെ ഒരുപോലെ ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുവാൻ ഈ ചാനൽ നടത്തുന്ന ശ്രമങ്ങളെ ഞാൻ ശ്ലാഘിക്കുന്നു. നമുക്ക് സമൂഹത്തിന് ശരിയായ ദിശാബോധം നൽകുവാൻ, സമൂഹത്തിന് നേർവഴി നയിക്കുവാൻ, ജനങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള പരിരക്ഷയും ഉറപ്പാക്കുവാൻ, അവരുടെ കേൾക്കാതെ പോകുന്ന ശബ്ദത്തെ ഉയർത്തി കാണിക്കുവാൻ ഇങ്ങനെയുള്ള ചാനലുകൾ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ഇവിടെ സുമേഷ് ഉൾപ്പെടെ നേരത്തെ നന്ദകുമാർ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഒരു വർഷമായി പരിണിതപ്രജ്ഞരായി ഈ കാര്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഏറെ ശ്രദ്ധ ചെലുത്തുന്നു എന്ന് കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇതിനോടകം തന്നെ ഒരുപാട് ഫോളോവേഴ്സും അതുപോലെ ഒരുപാട് വ്യൂസും ഈ ചാനലിന് കിട്ടുന്നുണ്ട്, സ്വീകാര്യത കിട്ടുന്നുണ്ട്. സാധാരണ നമുക്കറിയാം, വളരെ മുന്നിൽ നിൽക്കുന്ന ചാനലുകൾ തുടങ്ങുന്ന കാര്യങ്ങൾക്കാണ് വാർത്താ പ്രാധാന്യം സൃഷ്ടിക്കുന്നത്. ഒരു ചാനൽ എന്നുള്ള നിലയിൽ വ്യക്തിപരമായി ആളുകളുടെ വീഡിയോയും അല്ലാതെയുമൊക്കെ സംഭവങ്ങളുടെ പേരിൽ വൈറലാകാറുണ്ട്. പക്ഷേ DNA സംബന്ധിച്ചിടത്തോളം ഇതിനൊക്കെ അപ്പുറം വിശ്വാസ്യകരമായ വാർത്തകൾ കൊണ്ട് ഈ ജനങ്ങളുടെ ഇടയിൽ ഒരുപോലെ സാന്നിധ്യം ഉറപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ബഹുമാന്യരായ ഒട്ടനവധി വ്യക്തിത്വങ്ങൾ ഇന്ന് ഈ ചടങ്ങിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹാദരങ്ങൾ അറിയിക്കുന്നു. വീണ്ടും ഒരു വർഷം കഴിയുമ്പോൾ, പ്രത്യേകിച്ചും ഇന്ന് 1-ാം തീയതി വളരെ നല്ല ദിവസം, ഇവിടെ എത്തിച്ചേരുവാൻ സാധിക്കുന്നതിൽ, ബഹുമാന്യരായ വ്യക്തികളോടൊപ്പം വേദി പങ്കിടുവാൻ സാധിക്കുന്നതിലൊക്കെ വളരെ സന്തോഷം. ഇനിയും ഉത്തരോത്തരം ഈ ഒരു ദൃശ്യമാധ്യമം അതിൻ്റെ എല്ലാ സാധ്യതകളെയും മുതലെടുത്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കട്ടെ. അതിനായി ദൈവത്തിൻ്റെ കൃപാകടാക്ഷങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. DNA തുടക്കമിട്ടത് ഇതുപോലൊരു ചിങ്ങം 1-ാം തീയതിയായിരുന്നു, 2023 ഓഗസ്റ്റ് 23. ഞങ്ങളുടെ തുടക്കത്തിലും ശ്രീ ഗുരുരത്നം സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി അദ്ദേഹമാണ് നമ്മുടെ ഭദ്രദീപം കൊളുത്തി അന്ന് ഇതിന് തുടക്കം കുറിച്ചത്. ഇന്നും അദ്ദേഹം ഈ തിരക്കുകൾക്കിടയിലും നമ്മളോടൊപ്പം വന്നു. അതിന് അദ്ദേഹത്തോട് നന്ദി. അതുപോലെ തന്നെയാണ് ശ്രീകുമാർ സാർ. മുമ്പും നമ്മുടെ തുടക്കത്തിലും ശ്രീകുമാർ സാർ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. ഇന്നും അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിനും നന്ദി. ഇതിൻ്റെ ഈ ഒരു സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചവരിൽ ഒരാൾ അഡ്വക്കേറ്റ് KM ഷാജാൻ സാറാണ്. അദ്ദേഹത്തിൻ്റെ നേരിൻ്റെ പക്ഷം എന്നൊരു പ്രോഗ്രാം ഞങ്ങളുടെ ചാനലിലൂടെ പോയിട്ടുണ്ട്. അതിനുശേഷം ഒരുപാട് വ്യൂവേഴ്സൊക്കെ ഒരുപാട് ഞങ്ങൾക്ക് കൂടി വന്നു. നല്ല അഭിപ്രായങ്ങൾ പലയിടങ്ങളിലും നിന്ന് കിട്ടി. അതുകൊണ്ട് തന്നെ ഷാജാൻ സാറിനോടും നന്ദി രേഖപ്പെടുത്തുന്നു. ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു വ്യക്തിത്വം കൂടിയുണ്ട്, മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ശ്രീ ഷാജൻ സ്കറിയ. തിരക്കിനിടയിലും അദ്ദേഹം വന്ന് ഏകദേശം വളരെയേറെ സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചു. പക്ഷേ അദ്ദേഹത്തിന് ഒരു അത്യാവശ്യം വന്നതുകൊണ്ടാണ് പെട്ടെന്ന് തിരിച്ചു പോകേണ്ടി വന്നത്. അതുപോലെ ഈ സ്ഥാപനത്തിന്, അതായത് DNA വളർച്ചയ്ക്ക് ഒപ്പം നിന്ന, ആദ്യം മുതൽ തന്നെ നിന്ന ഒരു വ്യക്തികളാണ് ബിജു ശ്രീധർ, അതേപോലെ ക്യാമറാമാൻ ജെയിൻ ശിവൻസ്, BB നന്ദകുമാർ, സാബു, മേഘ, സെൽവകുമാർ, അങ്ങനെ നിരവധി പേർ ഒപ്പം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്നാണ് ഈ സ്ഥാപനത്തെ ഇത്രയേറെ വളർത്തിയെടുത്തത്. അതോടൊപ്പം തന്നെ ഇന്ന് DNA ക്രൗഡ് എന്ന് പറയുന്ന ഒരു ചാനൽ കൂടി ഞങ്ങൾ ലോഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹവും പിന്തുണയും ഒക്കെ ഇനിയും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണം. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും എല്ലാവർക്കും നന്ദി.